നമ്മൾ നീറ്റിന് ശേഷം ഇനി എന്ത് എന്നുള്ള വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പറയുമായിരുന്നു. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഏതാണ് ഏറ്റവും ബെറ്റർ കോളേജ്, അത് കഴിഞ്ഞിട്ട് ഏതാണ് ബെറ്റർ കോളേജ്. ഹായ് ഓൾ, നമ്മൾ നീറ്റിന് ശേഷം ഇനി എന്ത് എന്നുള്ള വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പറയുമായിരുന്നു. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരാളല്ലല്ലോ, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടോയെന്ന്. എന്ന് വെച്ചാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഏതാണ് ഏറ്റവും ബെറ്റർ കോളേജ്, അത് കഴിഞ്ഞിട്ട് ഏതാണ് ബെറ്റർ കോളേജ്, അത് കഴിഞ്ഞിട്ട് ഏതാണ് ബെറ്റർ കോളേജ് എന്നുള്ള നിലയിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. ആക്ച്വലി ഇങ്ങനെ ഒരു ലിസ്റ്റ് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് അവരിങ്ങനെ ലിസ്റ്റ് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസണും കൂടി ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഈ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ മെഡിക്കൽ കോളേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് പഠിക്കാം. നമ്മൾ അന്ന് പഠിക്കുന്ന പോലെ അല്ല, അന്ന് 5 അല്ലെങ്കിൽ 6 മെഡിക്കൽ കോളേജസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 10ന്റെ മേളിൽ കോളേജസ് ഉണ്ട്. അപ്പോൾ പിന്നെ വെച്ചാൽ ഇവർക്ക് കിട്ടിയ റാങ്ക് വെച്ചിട്ട് 2 കോളേജ് സെലക്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ 2ൽ ഏതായാലും ബെറ്റർ എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചോദിക്കുന്നത്. അപ്പോൾ അതിന് സെൽഫായിട്ട് തന്നെ അവർക്ക് ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരുടെ ആൻസർ ഒന്നല്ല. കാരണം ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബെസ്റ്റ് കോളേജും കാലിക്കറ്റ് പഠിക്കുന്ന താമസിക്കുന്ന ഒരു കുട്ടിയുടെ ബെസ്റ്റ് കോളേജും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം, ഇങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ഒരു റാങ്ക് ലിസ്റ്റ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോരുത്തരുടെയും എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. എവിടെയും ഇങ്ങനെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ലോകം തന്നെ കോമ്പറ്റേറ്റീവ് മൈൻഡിൽ പോകുമ്പോൾ മെഡിക്കൽ കോളേജസ് തമ്മിലും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് കോളേജ്, സെക്കൻഡ് കോളേജ്, തേർഡ് കോളേജ്, ഫോർത്ത് കോളേജ്, ഫിഫ്ത്ത് കോളേജ് എന്നൊരു ഓർഡർ ഉണ്ട് എന്നൊക്കെ എന്തിൻ്റെയൊക്കെ കാര്യം നന്നായി പഠിപ്പിക്കുന്ന ഒരു കോളേജ് എന്നൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ധാരണയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ എൻട്രൻസിൽ പഠിച്ചുകൊണ്ട സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ഫാൻ ഫൈറ്റുകൾ അവർ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ടീം ഓഫ് ഫാൻസ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഫാൻസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫാൻസ് ആയിട്ട് അമിതല്ല, ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഏറ്റവും ബെറ്റർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അതൊരു എന്താ പറയുക പഠിക്കുന്ന സമയത്തുള്ള ഒരു തമാശ എന്നുള്ളതിലപ്പുറം ആക്ച്വൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനത്തെ ഒരു കാര്യം അതിനകത്തില്ല. ചില ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാ കോളേജും ഡയറക്റ്റ്ലി ഈക്വൽ ആണെന്നല്ല നമ്മൾ പറയുന്നത്. ചില കാര്യങ്ങൾക്ക് ഒരു കോളേജ് ബെറ്റർ ആയിരിക്കും, മറ്റേ കോളേജ് അതിൻ്റെതായ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷേ സ്റ്റുഡന്റ് ചൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു റാങ്ക് ലിസ്റ്റിന്റെ കാര്യം നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ജനറലി ചൂസ് ചെയ്യാവുന്ന ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിഫൈ ആയിട്ട് ഒരു 3 കാറ്റഗറി ആയിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ പാരാമീറ്റർ നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഏജ് ഒരു പാരാമീറ്റർ ആയിട്ട് എടുക്കാം. എത്ര വർഷമായിട്ടുള്ള മെഡിക്കൽ കോളേജ് ആണ് ഇത് എന്നുള്ള കാര്യം എടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്താൽ മതി. ഓരോ മെഡിക്കൽ കോളേജിന്റെ ഏജ് എക്സാക്ട്ലി നോക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും അത് ഓൾമോസ്റ്റ് ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത്. ആദ്യം വന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അല്ലേ, അതിനുശേഷമാണ് കോഴിക്കോട് വന്നത്. ബട്ട് സ്റ്റിൽ അത് രണ്ടും കമ്പയറബിൾ ആയിട്ടുള്ള ഏജ് പീരീഡിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ട്രിവാൻഡ്രവും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന 2 കോളേജുകൾ. ഇനി അതൊരു കാറ്റഗറി. അപ്പോൾ ട്രിവാൻഡ്രം കോഴിക്കോട് മാറ്റി വെച്ചോളൂ. അതിനുശേഷം അടുത്ത 2 കോളേജുകൾ എടുക്കേണ്ട, 2 അല്ല അടുത്ത 3 കോളേജ് എടുക്കേണ്ടി വരും. ആലപ്പുഴ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്. ഈ 3 കോളേജുകൾ ഏകദേശം ഒരു ഏജിൽ വന്നു. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിന്റെയും കോഴിക്കോടിനേക്കാളും കുറച്ചുകൂടി പ്രായം കുറഞ്ഞിട്ടുള്ള 3 കോളേജുകളുണ്ട്. ഇനി ഇവരെക്കാൾ പ്രായം കുറഞ്ഞിട്ടുള്ള എത്ര കോളേജുകളുണ്ട്? അതൊരു 3 കുറച്ച് യങ്സ്റ്റേഴ്സ്, യങ് ജനറേഷൻസ് ആയിട്ട് വന്നിട്ടുള്ള അതുകൊണ്ട് ഒരു 3 കോളേജുകൾ. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജ്, ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ്, നമ്മുടെ എറണാകുളം കളമശ്ശേരിയിലുള്ള എറണാകുളം മെഡിക്കൽ കോളേജ്, പിന്നെ വരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ്. ഈ 3 മെഡിക്കൽ കോളേജും ഈ യങ് ജനറേഷനിൽ വരുന്ന ആൾക്കാരാണ്. ഇനി ഇവരുടെയും യങ് ആയിട്ട് വന്ന മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ട് തുടങ്ങിയത് പാലക്കാട്, പത്തനംതിട്ട, കൊല്ലം, ഇടുക്കി, ഇപ്പോൾ വരാൻ പോകുന്ന കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജ്, മാനന്തവാടി, അതൊക്കെ വരാൻ പോകുന്ന കോളേജുകളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന 5 മെഡിക്കൽ കോളേജ് പാലക്കാട്, കൊല്ലത്തുള്ള മെഡിക്കൽ കോളേജ്, കോന്നി, പത്തനംതിട്ടയിലെ കോളേജ്, കാസർഗോഡ്, മാനന്തവാടി, ഇവരാണ് ഏറ്റവും യങ്ങസ്റ്റ്. അപ്പം പ്രധാനമായിട്ടും 4 കാറ്റഗറിയിലുള്ള മെഡിക്കൽ കോളേജസ് ആണ് ഉള്ളത്. കോഴിക്കോട്, ട്രിവാൻഡ്രം, രണ്ടാമത്തെ കാറ്റഗറിയിൽ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, മൂന്നാമത്തതിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പരിയാരം, നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ്, നാലാമത്തെ 5 മെഡിക്കൽ കോളേജ് പുതുത് പത്തനംതിട്ട, കൊല്ലം, പാലക്കാട്, കാസർഗോഡ്, വയനാട്, ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. സോ ഇത് നമുക്കൊരു കാറ്റഗറി ആയിട്ട് എടുക്കാം. അല്ലാതെ ഇതിനകത്ത് ട്രിവാൻഡ്രമാണോ കോഴിക്കോടാണോ ബെറ്റർ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല, കോട്ടയമാണോ തൃശ്ശൂരാണോ ബെറ്റർ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഏജ് വൈസ് ഇവരെല്ലാവരും സിമിലറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സും അവിടുത്തെ സൗകര്യങ്ങളും സ്പെഷ്യാലിറ്റീസും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. നമ്പർ ഓഫ്
ചാൻസസ്, നമ്പർ ഓഫ് സീറ്റുകൾ, സാധനങ്ങൾ എല്ലാം കൂടുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെതായ മെച്ചങ്ങൾ ആ കോളേജിനുണ്ടാവും. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഈ കോളേജിൽ എന്ത് ചെയ്യേണ്ട, ഹെഡ് ടു ഹെഡ് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നൊരു ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല റാങ്ക് ഉണ്ട്, അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം എടുക്കണോ കോഴിക്കോട് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ലേ? അവിടെ നമ്മൾ എന്തിനു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കോളേജ് സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് ബെറ്റർ കോളേജ് ഏതായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരേ ഒരു മാറ്റർ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കോളേജിലേക്ക് വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, നിങ്ങളുടെ ആക്സസിബിലിറ്റി, ആ കോളേജിലേക്ക് എത്ര എളുപ്പത്തിൽ എത്തിച്ചേരാം, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും നിങ്ങളുടെ പേരൻസിന് ട്രാവൽ ചെയ്യാനും അത് എത്രത്തോളം അടുത്താണ് ഈ കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും നോക്കുക. ഇതല്ലാതെ മാത്രമല്ല ഇപ്പോൾ റിലേറ്റീവിൻ്റെ വീട് തൊട്ടടുത്ത് നിങ്ങൾ ഒരു കോളേജിൻ്റെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് നിങ്ങൾ റിലേറ്റീവിൻ്റെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സിസ്റ്ററിൻ്റെ വീട് അവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് അത്ര ദൂരം ചെന്ന് കാലിക്കറ്റ് ചേരേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വീട്ടിൽ പോവുക, ഫാമിലിനെ കാണുക എന്നുള്ളതൊക്കെ അവിടെ വെച്ച് തന്നെ നടക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ഒരുപാട് മിസ്കൺസെപ്ഷനിൽ കഴിഞ്ഞ വർഷങ്ങളിലടക്കം നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഒരുപാട് അഡ്മിഷൻസ് നടന്നിട്ടുണ്ട്. അതായത് കൊല്ലത്ത് വീടുള്ള കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ബെറ്റർ എന്നുള്ള നിലയിൽ പറഞ്ഞിട്ട് കൊല്ലത്ത് നിന്ന് വന്ന് കോഴിക്കോട് അഡ്മിഷൻ എടുക്കുക, അതുപോലെ കോഴിക്കോടുള്ള കുട്ടി തിരുവനന്തപുരത്ത് അഡ്മിഷൻ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ കൂടെ പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ പറയുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിലേക്ക് ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കോളേജിനും അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ ഒന്ന് നല്ലതാണെന്ന് പറഞ്ഞ് മറ്റതിനെ പാടെ തള്ളിക്കളഞ്ഞ് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനോട് തൊട്ടടുത്ത് സാമീപ്യമുള്ള സ്ഥലങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് 1-2 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തുന്ന സ്ഥലത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ 2 കോളേജ് ഉണ്ട്, രണ്ടിനും ഡിഫറെൻറ്റ് ഏജ് ആണെന്നെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഏജ് കൂടിയിട്ടുള്ള കോളേജിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏതാണോ ഏജ് കൂടിയ കോളേജ് ആ കോളേജിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിൽ ഒരേ ഏജുള്ള കോളേജുകളുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള കോളേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ എന്തില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോളേജ് ബെറ്ററാണ് മറ്റേ കോളേജ് മോശമാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കോളേജിലെയും അക്കാഡമിക്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനി അക്കാഡമിക്സിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അതായത് ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന ശീലം, അതായത് ഒരു ക്ലാസ് ആയിട്ട് വിളിച്ചിരുത്തി നോട്ടൊക്കെ തന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ശീലം കൂടുതലുള്ളത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലും ഈ യങ്ങറായിട്ട് വരുന്ന കോളേജസിലുമാണ് ആ ശീലം കൂടുതലുണ്ടാവുക. ഡെഫിനറ്റ്ലി ഓൾഡർ കോളേജുകൾ, എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ പറ്റി അത്ര ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ കുറച്ചുകൂടി കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ വില്ലിങ്നെസ്സിനനുസരിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുകയും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സിസ്റ്റം ഉണ്ടാവും. അല്ലാണ്ട് എല്ലാവരെയും അടിച്ചിരുത്തി പിടിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ കോളേജുകളിൽ ഉണ്ടാവാറില്ല. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി ഷെഡ്യൂൾഡ് ആയിട്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ് എടുത്ത് കൊടുക്കുന്ന കാര്യം മാത്രമേ പറയുന്നത്. പക്ഷേ നേരെ തിരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ പേഷ്യൻ്റ് ലോഡ് അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസ് വരുന്ന സ്ഥലം എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ ഏജ് കൂടിയ കോളേജുകളിൽ പേഷ്യൻസ് വരുന്നുണ്ടാവും. സോ ഡെഫിനറ്റ് ആയിട്ടും അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. ഡെഫിനറ്റ്ലി അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കോളേജിൻ്റെ സ്റ്റാർട്ട് ചെയ്ത ഇയർ ഏതാ, എത്ര വർഷം, 30 years ആയിട്ടുണ്ടോ അല്ലെങ്കിൽ 50 years ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ തൊട്ടടുത്ത് വരുന്ന കോളേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു തിയററ്റിക്കലി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ളൊരു കുട്ടി, ഇതിൻ്റെ തൊട്ട് മുറ്റത്താണെന്ന് വേണമെങ്കിൽ പറയാം, ആ കുട്ടി എവിടെ പോയി പഠിക്കുന്ന, ട്രിവാൻഡ്രം നല്ല റാങ്ക് ഉണ്ട്, ഏത് കോളേജിൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, കാലിക്കറ്റ് പഠിക്കണോ ട്രിവാൻഡ്രം പഠിക്കണോ അല്ലെങ്കിൽ കോട്ടയത്ത് തന്നെ പഠിച്ചാൽ മതിയോ, എന്താണ് അതിൻ്റെ ബേസിക്കലി ഞാനാണ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ തിയറി വെച്ചിട്ട് തന്നെയാണെങ്കിലും രണ്ട് ഏജിലുള്ള കോളേജുകളുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം കോട്ടയം ഏകദേശം അടുത്താണ്, കോട്ടയത്താണ് വീടെങ്കിൽ ഞാൻ ഈ ഡിഗ്രിന്ന് കുറച്ച് ഞാൻ വയലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയും നിങ്ങൾ കോട്ടയത്ത് തന്നെ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഞാൻ പറയാം. കാരണം കോട്ടയം നിങ്ങൾ അത്ര ആക്സസിബിൾ ആണ്, തൊട്ടടുത്താണ് എന്നുള്ളതാവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിന് ആ ഒരു നിങ്ങൾ 5 വർഷമാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. 5 വർഷം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു 5 വർഷം പഠിത്തം മാത്രമല്ലല്ലോ, 5 വർഷം ജീവിക്കുക കൂടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം കൂടി അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കോളേജ് എടുക്കുക എന്നുള്ളതാണ്. ഇനി പോയിരിക്കട്ടെ, ഞങ്ങളിപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഞങ്ങൾ വീട് തൊട്ടടുത്താണ് വിചാരിക്കുക, പക്ഷേ വീട്ടിലെ പാരൻസ് ചിലപ്പം ഗവൺമെൻറ് ജോലിക്കാരാണ്, ഒരാൾ ഡൽഹിയിൽ, ഒരു മുംബൈയിലാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾ വിദേശത്ത് വർക്ക് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ വീട് എന്നുള്ള ഫാമിലി കൂടുതൽ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് റിക്രിയേഷണലി ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിക്കറ്റ് വന്ന് പഠിക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയി പഠിക്കാം. സ്റ്റിൽ നമുക്ക് ആ ഒരു പ്ലേസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട് അവിടെ ഉണ്ട്, ആ വീട് ഇടയ്ക്കൊന്ന് പോയി നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നാട്ടിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ആ എടുക്കുന്ന ചോയ്സ് ഒരിക്കലും ബാഡ് ചോയ്സ് ഒന്നും ആവുന്നില്ല. ഫസ്റ്റ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി ആണെങ്കിൽ പക്ഷെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഞാൻ പറയുന്നത് പത്തനംതിട്ട വീടുള്ള ഒരു കുട്ടി കോട്ടയം കിട്ടും എന്നാൽ പിന്നെ പത്തനംതിട്ട മെഡിക്കൽ കോളേജ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നതിൽ അത്ര ലോജിക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്, കാരണം അത് ന്യൂവസ്റ്റ് ആയിട്ടുള്ള കോളേജ് വരുന്നതാണ്. സോ
ഒരു മെഡിക്കൽ കോളേജിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മിനിമം അവിടുത്തെ ഒരു ഫസ്റ്റ് ബാച്ച് അവിടുന്ന് പാസ് ഔട്ട് ആവണം. പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അതിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫംഗ്ഷനിങ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പ്രൈവറ്റ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് നല്ല പ്രൈവറ്റ് കോളേജാണോ. നല്ല പ്രൈവറ്റ് കോളേജാണോ അറിയണമെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം വർക്കിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൈവറ്റ് കോളേജ്. 6 വർഷവും ഇടതടവില്ലാത്ത എല്ലാ ബാച്ചിലും കൃത്യമായിട്ട് ആൾക്കാർ പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള അക്കാഡമിക്സ് റൺ ആവുന്ന കോളേജ് എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ റാങ്കിങ് പറയുകയാണെങ്കിൽ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എന്നുള്ള റാങ്കിങ്ങിൽ തന്നെ പോവാം. അതിൽ തന്നെ കാറ്റഗറി 1ഉം 1ൽ നമ്മൾ പറഞ്ഞു 2 മെഡിക്കൽ കോളേജും ഒരേ രൂപത്തിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. 2ലാണെങ്കിൽ തൃശ്ശൂർ ആണെങ്കിൽ കോട്ടയം ആണെങ്കിൽ ആലപ്പുഴ ആണെങ്കിലും ഒക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള മെഡിക്കൽ കോളേജസ് ആണ്. എല്ലാത്തിലും PG കോഴ്സസ് ഉള്ള മെഡിക്കൽ കോളേജസ് ആണ്. കുറച്ച് വർഷം മുന്നേ ആണെങ്കിൽ PG കോഴ്സസ് ആലപ്പുഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പറയായിരുന്നു ആലപ്പുഴ PG ഇല്ല, അതുകൊണ്ട് അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നന്നായിട്ട് അക്കാഡമിക്സ് റൺ ചെയ്യുന്ന നല്ല കോളേജസ് ആണ്. അതിൽ തൃശ്ശൂരാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. കാരണം പേഷ്യൻസ് ലോഡ് റിലേറ്റീവ്ലി കുറച്ച് കുറവാണ്. പക്ഷേ അതർവൈസ് അക്കാഡമിക്കലിയും ബാക്കി ആർട്സ് പരമായിട്ട് അവിടെ കോളേജിന്റെ അങ്ങനത്തെ ഒരു കൾച്ചറൽ ഇവന്റ്സ് പരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ഭയങ്കര ബെറ്റർ ആണ്, അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ പേഷ്യന്റ് ലോഡ് അത്ര വേണ്ടാത്തൊരു പറഞ്ഞതുപോലെ വാർഡിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിട്ടും നേരത്തെ ആഷിഖ് പറഞ്ഞതുപോലെ ലൈക്ക് നമ്മള് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മെഡിസിനിൽ ഒരു പ്രൊഫസർ നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, ഇവിടെ കുറെ പേഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിൽ പോകാത്തതിന് വഴക്ക് പറഞ്ഞതാണ്. അതുപോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വില്ലിങ്നെസ് ഇതിനകത്ത് വളരെയധികം പാർട്ടാണ്. ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവാന്നുള്ളതല്ല, ഉള്ള പേഷ്യൻസിനെ ഈക്വലി യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയാവുന്നതായിരിക്കും. അപ്പോൾ കാറ്റഗറി 2ലുള്ളത് നിങ്ങൾ ആ ഏരിയയിലുള്ള നിങ്ങളെ ഏരിയ വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. കാറ്റഗറി 3 ഡെഫിനറ്റ്ലി സ്പ്ലിറ്റ് വൈസ് പറയുകയാണെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജ് കുറേ അധികം PG സീറ്റുള്ള, ഈവൻ പരിയാരത്തിന് വേണമെങ്കിൽ നമുക്ക് കാറ്റഗറി 2ലേക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. കാരണം അത് ന്യൂ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പോലും കോപ്പറേറ്റീവ് സെക്ടറിൽ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ഒരുവിധം സ്പെഷ്യാലിറ്റി കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാറ്റഗറി 2ൽ തന്നെ വേണമെങ്കിൽ പരിഹാരത്തിൽ ഉൾപ്പെടുത്താം. അതിൽ മഞ്ചേരി കൊച്ചിൻ മെഡിക്കൽ കോളേജ് ഇത് രണ്ടുമാണ് കാറ്റഗറി 3ൽ നമുക്ക് കൂടുതലായിട്ട് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റുന്നുള്ളത്. അതിൽ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആണെങ്കിൽ നല്ല പേഷ്യൻ്റ് ലോഡ് ആണെങ്കിൽ വളരെ ഹൈ പേഷ്യൻ്റ് ലോഡാണ്. അതിനേക്കാളും മുന്നേ സ്റ്റാർട്ട് ചെയ്താണ് കൊച്ചിനുള്ളത്. പക്ഷേ കൊച്ചിനെ ട്രാവലിംഗ് ബുദ്ധിമുട്ടായത് കാരണം അവിടേക്കുള്ള പേഷ്യൻസ് നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർ പറഞ്ഞതുപോലെ തൃശ്ശൂർ പിന്നെ 25 years ആയതുകൊണ്ട് പേഷ്യൻസ് എത്തുന്നുണ്ട്. കുറച്ച് ദൂരത്ത്, അതായത് കുറച്ചധികം ടൗൺ സെന്ററിൽ നിന്ന് മാറിയിട്ടാണ് കോളേജ് ഉണ്ടാവുക. ഈ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുന്ന് ഏരിയയിലേക്ക് പോയിട്ട് അവിടെ കോളേജ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പേഷ്യൻ്റ് ലോഡ് റിലേറ്റീവ്ലി കുറവാണ്. മഞ്ചേരിയും കളമശ്ശേരിയും അല്ലെങ്കിൽ ലൈക്ക് എറണാകുളം കമ്പയർ ചെയ്യുകയാണെങ്കിൽ എറണാകുളത്താണ്. പക്ഷേ മഞ്ചേരിയിലാണ് ഇപ്പോഴത്തെ PG സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കളമശ്ശേരി ആണെങ്കിൽ PG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏറ്റക്കുറിച്ചിലുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡിസ്റ്റൻസ് നമ്മൾ ആക്സസിബിലിറ്റി കാര്യങ്ങളൊക്കെ അതായത് വല്ലാണ്ട് കോളേജുകൾ അങ്ങനെ ഹെഡ് ടു ഹെഡ് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടിനടുത്ത് ഏതാണ് കോളേജ് നോക്കുക. ഈ ഒരു ഏജിന്റെ വയസ്സിൽ ഏകദേശം കാറ്റഗറീസ് മാത്രം ഫിക്സ് ചെയ്താൽ മതിയാവും. സോ ഇതിനെ പറ്റിയിട്ട് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഷോർട്ട് നോട്ട്സ് ഓൺ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കൂടെ ആഡ് ചെയ്യാൻ തോന്നുന്നു. പ്രൈവറ്റിലാണെങ്കിൽ നിയർലി ഒരു എന്താ പറയാ 20 മെഡിക്കൽ കോളേജസ് അങ്ങനെ ഉണ്ട്. എക്സാക്ട് നമ്പർ അറിഞ്ഞൂടാ. 20 മെഡിക്കൽ കോളേജസ് എങ്ങാനും പ്രൈവറ്റ് സെക്ടറിലുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്യേണ്ടത് അതിന്റെ ഏജ് അനുസരിച്ചിട്ട് തന്നെയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന മെഡിക്കൽ കോളേജസ് ഭയങ്കര അടിപൊളി കോളേജുകൾ. ഇപ്പോൾ പ്രൈവറ്റിൽ നമ്മൾ പേരെടുത്ത് തന്നെ പറയാമെങ്കിൽ നമുക്ക് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂരുള്ളത് ഒരു എന്താ പറയാ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കിടപിടിക്കുന്ന ഒരു കോളേജ് എന്ന രൂപത്തിൽ പറയുന്നത്. ജൂബിലി കോളേജ്, MES പെരിന്തൽമണ്ണയുള്ള MES കോളേജ്, പിന്നെ നമ്മുടെ അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ വർക്ക് ചെയ്ത് സ്ഥിരമായിട്ട് ഒരു റെപ്യൂട്ടേഷൻ ഉള്ള കോളേജുകളാണ്. അവരുടെ വർക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പെഷ്യാലിറ്റി റണ്ണിങ്, അവിടുത്തെ ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് മാനേജ്മെന്റ് കാര്യങ്ങൾ, സ്റ്റുഡന്റ് ഹാൻഡ്ലിംഗ് പാർട്ടൊക്കെ വളരെ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഫ്രണ്ട്സൊക്കെ പഠിക്കുമ്പോൾ തന്നെ വളരെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കോളേജുകളാണ്. സോ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എക്സ്ട്രാ കരിക്കുലർ ഒക്കെ എല്ലാം അടിപൊളിയാണ്. ഇന്റർമെഡിക്കോസിന് സാധനങ്ങൾക്കൊക്കെ പോകുമ്പോൾ തന്നെ അവരുടെ പിള്ളേർ അടിപൊളിയായിട്ട് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി മെഡിക്കൽ കോളേജുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഏജ് ആണ് നോക്കേണ്ടത്. എത്ര വർഷത്തേക്ക് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ചില കോളേജുകളൊക്കെ വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തുടങ്ങിയ കോളേജുകളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചിലപ്പോൾ 5-10 വർഷമായിട്ട് തുടങ്ങിയ കോളേജസിൽ ബാച്ച് ബ്രേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്.
ഈ ബാച്ച് ബ്രേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 സമയത്ത് ആ കോളേജിലേക്ക് MBBS അഡ്മിഷൻ അനുവദിച്ചിട്ടില്ല എന്ന് പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഇല്ല, തേർഡ് ഇയർ ഉണ്ട്, അങ്ങനത്തെ കണ്ടീഷൻ വരും. അപ്പോൾ സെക്കൻഡ് ഇയറിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഫെസിലിറ്റീസ് കുറേ ഉണ്ട്. ബേസിക് ആയിട്ട് അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അവർ ചെയ്യാത്തത് കൊണ്ടാണ് ആ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിന് ഒരു അംഗീകാരം ഇല്ലാതെ പോയത്. അപ്പോൾ അംഗീകാരം ഇൻ ബിറ്റ്വീൻ നഷ്ടപ്പെട്ട കോളേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈൻഡ്ലി അങ്ങനത്തെ കോളേജുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ മാർക്ക് കുറവുള്ള ആൾക്കാരാണെങ്കിലും ആ ഒരു നിലയിൽ മാത്രം ചൂസ് ചെയ്യുക. പിന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിട്ട് ഒരു കൃത്യമായ ഒരു ഗൈഡിൽ സാധനങ്ങളുടെ അലോട്ട്മെൻറ്റ് വരുന്നതോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. സോ ഏകദേശം ഒരു ധാരണ മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എങ്ങനെ സെലക്ട് ചെയ്യാം, അത് റാങ്കിങ് രൂപത്തിലല്ല, പേഴ്സണലൈസ്ഡ് റാങ്കിങ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട രീതിയിലുള്ള റാങ്കിങ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രിഫറൻസിൽ ചോദിക്കുക. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡോപ്പയിലെ നമ്പർ ഉണ്ട്, നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ആരോടെങ്കിലും തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും നിങ്ങൾക്ക് ആപ്റ്റാവുന്ന മെഡിക്കൽ കോളേജ് ഏതായിരിക്കും എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടാവും. സോ ഏത് റാങ്കിലുള്ള കുട്ടിയാണെങ്കിലും അതാണ് നല്ലത്, ഇതാണ് നല്ലത് എന്നുള്ള രീതിയിൽ വളരെ ദൂരത്തൊക്കെ പോയി പഠിക്കുന്നതിന് പകരം കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോളേജ് സെലക്ട് ചെയ്യാൻ നോക്കുക. എന്ത് ഡൗട്ടും ഇതുപോലെ നീറ്റ് കഴിഞ്ഞതിന് ശേഷം ഏത് കോളേജാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ ചോദിക്കാൻ മറക്കരുത്. ആൻഡ് വി വിൽ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.